നല്ല എരിവാണ് മീൻകറി. എന്ത് നമ്മുടെ അടുത്ത് വയൽ വെള്ളം ചേർന്നുണ്ട്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നിലമ്പൂർ വരെ പോയതായിരുന്നു കേട്ടോ. രാവിലെ പോയിട്ടുണ്ടായിരുന്നേ, 8 മണിയായപ്പോൾ പോയി. ഇത് 5 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി പോയ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവൾക്ക് ചെരുപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പോൾ ഞാനവിടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഡ്രസ്സൊക്കെ നോക്കി കേട്ടോ. നമ്മളെ നിലമ്പൂരുണ്ടല്ലോ, ഒരു റൈറ്റ് സൈഡിൽ നിലമ്പൂരിലേക്ക് വരുമ്പോൾ റൈറ്റ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ്, അവിടെ ആയിട്ടൊരു പാത്രങ്ങൾ, അങ്ങനെ ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെയൊക്കെയുള്ളൊരു ഷോപ്പുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചെരുപ്പൊക്കെ എടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിപ്പം നിൽക്കുന്നത് സോളാറിൻ്റെ, അതായത് മലബാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സോളാറിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്, ടാറ്റ പവർ സോളാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു വേക്കൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും പോയിരുന്നു. പിന്നെ നേരെ ഓപ്പോസിറ്റ് മലബാറാണ് ഇട്ടത്. മലബാറിലവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴേ ഞാൻ പറഞ്ഞു രാവിലെ ചായയൊന്നും കുടിക്കാതെയാണ് പോയത്. 12:30 ആയിട്ടോ. അപ്പോൾ ഞാനും അഞ്ചും കൂടി ഓരോ അവിൽ മിൽക്കൊക്കെ പിന്നെ കുടിച്ചു. ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പായിരുന്നു, ചായ കുടിക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അവിടെ കയറി അവിൽ മിൽക്കൊക്കെ കുടിച്ച് പിന്നെ അവളെ ഞാൻ സ്റ്റാൻഡിലിറക്കി ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു. തിരിച്ച് പോരുന്ന വഴിക്ക് ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. കാരണം രാവിലെ മക്കൾക്ക് എന്തോ കിച്ചുമോള് പോയിട്ടില്ല, തത്തയ്ക്ക് കൊടുത്തു വിടാൻ എന്തോ ഉപ്പേരിയും ചോറും അങ്ങനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഞാൻ കുറച്ച് മത്തി, കുറേ നാളായിട്ടോ മത്തിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ മത്തി വാങ്ങാത്ത എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മത്തിയും വാങ്ങി, കുറച്ച് കിളിമീനും വാങ്ങിട്ടോ. അപ്പോൾ മത്തി കറി വെക്കുകയാണ്, കിളിമീൻ വറക്കുകയും ചെയ്യാണ്. അപ്പോൾ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് കയറുമ്പോൾ 1:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി അവിടെ വെച്ചു. പിന്നെ കുറച്ച് വറക്കാനുള്ളേക്ക് ഇഞ്ചിയും കുരുമുളക്, വലിയ ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ആ വണ്ടിയിൽ അങ്ങനെ പെരും വെയിലല്ലേ, വെയിൽ കൊണ്ട് വന്നിട്ട് ഭയങ്കര തലവേദനയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഡ്രസ്സൊക്കെ എന്തായാലും കഴുകാൻ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഷോളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഡ്രസ്സ് മാറ്റാനൊന്നും നിന്നില്ല, മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് മീൻകറിയാണ്. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ വഴറ്റിയിട്ടൊന്നും ഉണ്ടാക്കണില്ല. ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും വലിയ ജീരകവും ഇഞ്ചിയും കൂടി കുറച്ച് ഇതിൽ നിന്നിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വറക്കാനിലേക്കും അത് എടുക്കും, കറിയിലേക്കും കുറച്ചിടും. അങ്ങനെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കി എടുക്കുകയാണേ. നല്ല തലവേദന, ഭയങ്കര വെയിലല്ലേ. വെയിലത്ത് പണിയെടുക്കണവർക്കൊക്കെ എന്താ പറയുക, അവർക്ക് അതിനുള്ള ആരോഗ്യം കൊടുക്കട്ടെ. കാരണം നമുക്ക് കുറച്ച് നേരം വെയിൽ കൊള്ളുമ്പോൾ തന്നെ അത് താങ്ങാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് പണിയെടുക്കണവരുടെ കാര്യം എങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ നെറ്റിയിട്ടോ 2 സൈഡും ഇങ്ങനെ പൊള്ളിക്കണ പോലെ. അപ്പോൾ എന്തായാലും ഈ കറിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തട്ടിക്കൂട്ട് കറിയാണ്. 2-3 പച്ചമുളകും തക്കാളിയും പുളിവെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇടുകയാണ്. മല്ലി ഇടുന്നില്ല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടും. പിന്നെ ഞാൻ നേരത്തെ ചതച്ചല്ല കുറഞ്ഞൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, കുരുമുളകും വലിയ ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടി, അതിൽ നിന്ന് കുറച്ചും കൂടി കറിയിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. പിന്നെ കറി ആവശ്യം എത്രത്തോളമാണ് വറ്റി വരേണ്ടത് വെച്ചാൽ അതിനുശേഷം ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ വയ്ക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വയറ്റിയെടുക്കാനൊന്നും ഇപ്പോൾ ഒരു സമയമില്ല. ഞാൻ പറഞ്ഞില്ല തലവേദനിച്ചിട്ട് അതിനൊന്നും തോന്നണില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ കറിയൊക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ, നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അല്ലേ. അപ്പോൾ അതും ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ, പച്ച വെളിച്ചെണ്ണ മീതേ കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ കറിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കണം. പിന്നെ ഞാനിതാ നമ്മൾ വറക്കാനുള്ള മീനിലേക്കൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വാങ്ങി എന്താ പറയുക, 2-3 ദിവസത്തേക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ, ഇതുണ്ടാവും. മത്തിയാണെങ്കിൽ ഞാൻ വാളംപുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2-3 കുടംപുളി അതിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻ കറി നമ്മൾ അന്ന് എടുക്കണേക്കാളും പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ രാവിലെ മക്കൾക്ക് നല്ല ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. വേറെ കറി മീൻ വറുത്തൊന്നും ഇനിയിപ്പോൾ 2-3-4 ദിവസത്തേക്ക് നോക്കി തന്നെ വേണ്ട.
ഇവർക്ക് മത്തി വല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കിളിയും കൂടെ വാങ്ങിയത്. കിളിമീൻ എന്നാണ് ഞങ്ങൾ ഇവിടെ തന്നെ പറയുക, പിന്നെ വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ തേക്കണമെങ്കിൽ കുറച്ച് ഞാൻ വിനീഗറും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കട്ടെ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മീനും ഇതിലേക്കാണ്ട് എന്താ പറയുക മസാലയൊക്കെ അങ്ങോട്ട് സെറ്റായിരിക്കും. പിന്നെ ഇപ്പം മീനുമ്മ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അടുക്കളയൊക്കെ പിന്നെ ഒരു മീനിൻ്റെ ഒരു മണമായിട്ട് തോന്നും. ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. പിന്നെ രാവിലെ അടിച്ചു വാരിയിട്ടതാട്ടോ, തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള അവിടെയൊക്കെ തുടച്ചെടുക്കണം. പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് കേട്ടോ. അതും കൂടെ കഴുകിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുളിക്കണം. രാവിലെ പോയപ്പോൾ പെട്ടെന്നാണ്ട് ഒരു കുളി കഴിച്ച് പോയതാണ് ഞാൻ. പിന്നെ ഒന്നും കൂടെ ഒന്ന് കുളിക്കുകയും വേണം. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. എന്തായാലും ഇത് കഴിയുമ്പോൾ തന്നെ ഒരു നേരം ആവും കേട്ടോ. കാരണം ഞാൻ 1:10 ആകുമ്പോഴാണ് വന്ന് കയറുന്നത് തന്നെ. പിന്നെന്ത് പറയല്ല, വർക്കിന് ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു ജോബ് ഇങ്ങനെ ഉണ്ട്, അപ്പോൾ പോയി നോക്കി എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറയണത് 10 മണിക്കകത്ത് ഓഫീസിലെത്തുക എന്നുള്ളതാണ്. 5 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 2.5 മാസമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ, ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വേക്കൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ പോവാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5 കൂടിയാണ് അവിടെ പോയി അന്വേഷിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. ഓക്കെ ആണെങ്കിൽ എന്ന് മുതലാണ് പറ്റണതെന്ന് വെച്ചാൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലബാറിൽ നിന്ന് കോൾ ചെയ്യാൻ വരുമോയെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് മുതലാണ് വരണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റുകയാണെങ്കിൽ നാളെ തന്നെ വന്നു എന്നും പറഞ്ഞു. വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് തീരുമാനിച്ചിട്ടില്ല, കാരണം കോളിങ് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കറി തിളച്ചപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളിങ്ങിനോട് വലിയൊരു താല്പര്യം തോന്നണില്ല, കാരണം ഭയങ്കര തലവേദനയാണ്. കോളിങ് ചെയ്താൽ 1-2 ദിവസം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ആ തലവേദന കൊണ്ട് തുടങ്ങിയാൽ പിന്നെ തലവേദന നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഫുൾ ടൈം നമ്മളിങ്ങനെ കോളിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലിനിക്കിൽ ഞാനൊരു 1.5 മാസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സംബന്ധിച്ച് എന്നാൽ വർക്ക് വലിയ ഓവർലോഡൊന്നും അല്ല, പക്ഷേ നമുക്ക് ആ നിൽക്കണത് രാവിലെ തൊട്ട് ഇത്രയും സമയം നിൽക്കുമ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ ഏതൊരു ജോബും നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയണില്ല. പക്ഷെ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുഴപ്പമില്ലയെന്ന് തോന്നി എങ്ങനെയെന്നറിയോ, അതിനനുസരിച്ചുള്ളൊരു സാലറിയും കൂടി നമുക്ക് കിട്ടുമ്പോൾ ഓക്കെ, ഇനി കുറച്ച് കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാലൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ്. അല്ലാതെ നമുക്കൊരാളുടെ 10 രൂപ നമുക്ക് വെറുതെ കിട്ടൂലല്ലോ അല്ലേ. നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ജോലി നമ്മൾ എവിടെയാണെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലിനിക്ക് നിർത്താനും കാരണം കേട്ടോ. രാവിലെ അവിടെ പിന്നെ 9 to 6:15, 6:20, 6:30 ആകുമ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഏതോ ഒരു ദിവസമായിട്ടുള്ളൂ ഞാനൊരു 5:45, 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും കുറച്ച് വൈകിയാണ് ഇറങ്ങണത്. അപ്പോൾ അങ്ങനെ, പക്ഷെ അവിടെ വർക്കും ഓവർലോഡൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ നിൽക്കണത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിക്കണം, നമ്മൾ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ല പ്രൈവറ്റായിട്ട് ഓരോ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഓക്കെ അങ്ങനെയുള്ള ജോലി നമുക്ക് ചെയ്താൽ മതിയല്ലോ അല്ലേ. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ഇത്രയും വർഷം ജോലി ചെയ്തോളാം എന്നുള്ളത് നമ്മൾ ആരോടും പറയണമൊന്നുമില്ലല്ലോ. നമുക്ക് ഓക്കെ ആണെന്നുള്ള ജോലി നമ്മൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട ജോലി അത് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും കൂടി ഒരു എന്താ പറയുക, അതിനൊരു കംഫർട്ടായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ 2.5 മാസം ഇപ്പോൾ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വിട്ട് കളഞ്ഞു എന്ന് വെച്ചിട്ട് വേറൊരു ജോബ് കിട്ടാത്ത പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോബ് ഏതാണെങ്കിലും കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ സോളാറിൻ്റെ അവിടെ മെയിനായിട്ട് വരുന്നത് ആ ഒരു ഓഫീസിൽ മെയിനായിട്ട് വർക്ക് വരുന്നത് സിസ്റ്റത്തിലാണ് കേട്ടോ, കമ്പ്യൂട്ടറാണ്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കണം വിചാരിക്കാൻ കേട്ടോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയേണ്ടത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ മീൻകറിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മീതെ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെയുള്ള മീൻ വറക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഞാൻ പാത്രങ്ങൾ കഴുകാണ്ടിരുന്നൊക്കെ കഴുകി സിങ്കും ക്ലീൻ ചെയ്തിട്ടു. പിന്നെ എന്താ പറയുക, ഇനി മീൻ വറുത്ത് കഴിഞ്ഞിട്ട് വേണം ഒരു ലോഷനൊക്കെ ഉപയോഗിച്ച് അവിടെ തുടച്ചിട്ടാൽ വല്ലാതെ ആ മീനിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി മീനും കൂടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും കമൻറ്റ് അറിയിച്ച് കൂട്ടുകാരുടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അതുപോലെ തന്നെ വീഡിയോ
എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് കേട്ടോ. വീഡിയോസ് കണ്ട് പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ മീൻ വറക്കാനൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇനി മീൻ അവിടെ ആവുകയും ചെയ്യും. നമുക്ക് ബാക്കിയുള്ള സമയം ഇങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ, ഓരോ പണികൾ അങ്ങനെ തീർക്കാമല്ലോ. അടുക്കള തുടച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി റൂമും ഹാളും സിറ്റൗട്ടൊക്കെ തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് തുടച്ചിട്ടാൽ തുടയ്ക്കേണ്ട പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ. അത്രയും തലവേദന എന്ന് പറഞ്ഞാൽ പെരും തലവേദന. അതിനിടയിൽ മീനൊന്നും നോക്കാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ. അത് ഓവറായിട്ട് ഞാൻ തീ കൂട്ടിയിട്ടില്ല കേട്ടോ, കുറച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കിടന്ന് അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള റൂമും അതുപോലെ ഹാളും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. സമയം 2 മണി കഴിഞ്ഞ് 2:10 ആവുന്നു. എന്തോ ഒരു സമാധാനം. മീൻ നന്നാക്കൽ വെക്കൽ എല്ലാം കൂടെ ആയപ്പോഴേ അതനുസരിച്ച് കുളിച്ചു. ക്ലീനിങ് എല്ലാം സെറ്റായി. ഇനി എന്താ ഫുഡ് കഴിക്കണം. അതാ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനുണ്ട്. കിച്ചൺ മോൾ ഇവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ ഇതാ കുളി കഴിഞ്ഞിട്ട് ചെറിയൊരു ഒരുക്കാൻ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. സമയം കാണിച്ചു തരാം കേട്ടോ ഞാൻ എത്രയായി എന്നുള്ളത്. സമയം 2:10. നല്ല എരിവാണ് മീൻകറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വയലിൽ വെള്ളം ചേർന്നുണ്ട്.